കോടാലി കടമ്പോട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന സഹോദരങ്ങളായ കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റു. ഒരാൾ മരിച്ചു, ഒരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നു. സഹോദരൻ 10 വയസ്സുകാരനായ അനോഷ് ഗുരുതരാവസ്ഥയിലാണ്. ഞായറാഴ്ച പുലർച്ചെയാണ് വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന 2 കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റത്. ശനിയാഴ്ച വൈകിട്ട് ഒരു ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച ശേഷമാണ് സിൽജോയും ഭാര്യയും മക്കളും വീട്ടിലെത്തി ഉറങ്ങാൻ കിടന്നത്. പുലർച്ചെ 2 മണിയോടെ ഇളയ കുട്ടി ആൽജോ വയറ്റിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നതായി പറഞ്ഞതിനെ തുടർന്ന് ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ കൊടുത്തിരുന്നതായി പറയുന്നു. പുലർച്ചെ 5ഓടെ 2 കുട്ടികളെയും അവശനിലയിൽ കണ്ടതിനെ തുടർന്ന് മാതാപിതാക്കൾ കോടാലിയിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതിനോടകം അങ്ങേയറ്റം അവശതയിലായ ഇരുവരെയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആംബുലൻസിൽ ചാലക്കുടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആൽജോ മരിച്ചിരുന്നു. ആൽജോയുടെ ശരീരത്തിന് പുറകിലായി പാമ്പിന്റെ കടിയേറ്റ പാടുകൾ കണ്ടെത്തി. അനോഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അനോഷിന്റെ ശരീരത്തിലും പാമ്പിന്റെ കടിയേറ്റ പാടുകൾ കാണപ്പെട്ടു. തലേന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കുട്ടികൾക്ക് വിഷബാധയേറ്റതാണെന്നാണ് ആദ്യം മാതാപിതാക്കൾ അടക്കമുള്ളവർ കരുതിയത്. എന്നാൽ ഡോക്ടർമാർ ഇത് ഭക്ഷ്യവിഷബാധയല്ലെന്നും പാമ്പ് കടിയേറ്റതാകാനാണ് സാധ്യതയെന്നും സൂചന നൽകിയതിനെ തുടർന്ന് രാവിലെ 8:30 വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് കുട്ടികൾ ഉറങ്ങിയിരുന്ന മുറിയിൽ പാമ്പിനെ കണ്ടെത്തിയത്. നാട്ടിൻപുറങ്ങളിൽ വെള്ളിക്കെട്ടൻ എന്ന് വിളിപ്പേരുള്ള വിഷപ്പാമ്പിന്റെ കുഞ്ഞിനെയാണ് കണ്ടെത്തിയത്. തൃശൂരിൽ നിന്ന് ഫോറൻസിക് സയന്റിഫിക് അസിസ്റ്റന്റ് സംഘവും എത്തി വീടിനുള്ളിൽ പരിശോധന നടത്തി. വെള്ളിക്കുളങ്ങര പോലീസും വനപാലകരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ആൽജോയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. TCV കൊടകര.